ശ്രീ എ സജീവൻ, ഇവിടെ നാം കാണുന്ന വിഷയം രണ്ടെണ്ണമാണ്. ഒന്ന്, അടൂർ പ്രകാശിൻ്റെ വാക്കുകൾ ഒരു ദിശയിൽ, അതേ കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരൻ്റെ വാക്കുകൾ വേറൊരു ദിശയിൽ. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിലെ നിയമപരമായ നീക്കങ്ങളുമായി ക്രൈംബ്രാഞ്ച് നീങ്ങുകയാണ്. ആ നീക്കത്തിൻ്റെ ഭാഗമായി പഴുതടച്ചുള്ള നീക്കത്തിൽ പല വിധത്തിൽ നിർണായകമായ മൊഴിയെടുക്കുന്നു, പല കണ്ടെത്തലുകളിലേക്കും കാര്യങ്ങൾ എത്തുന്നു. ഇന്നലത്തെ മാധ്യമപ്രവർത്തകയുടെ പോസ്റ്റ്, ഇന്നത്തെ ഈ ആദ്യ വെളിപ്പെടുത്തൽ നടത്തിയ ആളുടെ പോസ്റ്റ് ഒക്കെ ക്രോഡീകരിച്ചാൽ ഈ ഇരയിലേക്ക്, അതിജീവതയിലേക്ക് എത്തുന്നതിൻ്റെ സാധ്യതകൾ, അവരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി വന്നേക്കാം. ഇങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ സ്പീക്കർക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഈ കാര്യങ്ങളെ കാണേണ്ടത്, ശ്രീ എസ് സജീവൻ? ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞ പോലെ അതിഗുരുതരമായിട്ടുള്ള ആരോപണം നല്ല തെളിവുകളാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത് എന്ന് അവർ തന്നെ പറയും. നമ്മൾ ആരും പറഞ്ഞതല്ല. ഇത് വളരെ ഗുരുതരമാണ് എന്നും അത് അത്രയും കർക്കശമായ നടപടിയിലേക്ക് പോകേണ്ടതാണ് എന്നും പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ. അവരിപ്പോ മിണ്ടാതിരിക്കുന്നത് കണ്ണുരുട്ടി പേടിപ്പിച്ചുകൊണ്ടായിരിക്കാം എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയാം. അപ്പൊ അതുകൊണ്ട് അവർക്കറിയാം ഇതിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ട്. ഇപ്പോ അവരുടെ മുമ്പിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിനെ ന്യായീകരിച്ചാലും എതിർത്താലും ഉണ്ടാകാവുന്ന മറ്റു പല കാര്യങ്ങളുമുണ്ട്. കുറെ കഥകൾ മറ്റു പലരുടെയും കൂടി പുറത്തു വരാനുള്ള സാധ്യത കണ്ടുകൊണ്ട് മൊത്തമായിട്ടൊരു മാലപ്പടക്കം പോലെ കാര്യങ്ങൾ പോകുമെന്നുള്ള ഭീതി അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തിയതായിട്ടാണ് പലപ്പോഴും വാർത്ത വന്നിട്ടുള്ളത്. എന്റെ അടുത്തും കുറെ ബോംബുണ്ടെന്ന് പറയുന്ന ഒരവസ്ഥ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു പേടി സ്വപ്നമായിട്ട് അവർക്കിടയിൽ നിൽക്കുന്നുണ്ട്. അതല്ലാതെ ഇത് ന്യായീകരിക്കേണ്ട കാര്യമില്ല. ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, അജിംഷാദ് നേരത്തെ പറഞ്ഞ പോലെ കെ മുരളീധരൻ പറയുന്ന ഒന്നും പിന്നെ അടൂർ പ്രകാശ് പറയുന്ന വേറൊന്നും. അതായത് അടൂർ പ്രകാശ് എന്ന് പറയുന്ന UDF ചെയർമാൻ, UDF കൺവീനർ, അദ്ദേഹം പറയുന്നത് വളരെ ഇത് എന്താണ് AI ക്യാമറയുടെ കാലത്ത് നിന്നും സൃഷ്ടിക്കാമെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ തന്നെ കോൺട്രഡിക്ഷൻ ആണ്. പറഞ്ഞ കാര്യത്തിന് AI ക്യാമറയുടെ കാലത്ത് എന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വരെ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ തന്നെ കൃത്യമാണല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്ന എന്താണ് അദ്ദേഹത്തിന് അതെ, എനിക്കും തോന്നി. കാരണം ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ അറിയാനാകുമെന്ന് രാഹുലിനെ ഉപദേശിക്കുകയാണോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ പറഞ്ഞു വന്നത് മറ്റ് വേറെ പല ഇതുമാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊന്നാണ്. കാരണം ഇത് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണെന്നാണ്. പക്ഷെ അറിയാവുന്ന പോലെ അടൂർ പ്രകാശ് ഇപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തുള്ളതാണ്, കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോഴും ആദ്യഘട്ടം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് ഇത് ഉണ്ടാക്കിയെടുത്താന്നുള്ളതല്ല. എനിക്ക് ആ ആളുകളെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എന്റെ സുഹൃത്താണ് എന്നൊക്കെ പറയുന്ന ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും അത് വളരെ കൃത്യമായിട്ട്. അപ്പൊ ഇവരായിട്ടൊക്കെയുള്ള ബന്ധത്തെ കുറിച്ച് രാഹുൽ ഇതുവരെ നിഷേധിച്ചിട്ടില്ല. തന്റെ ശബ്ദമല്ല വന്നിട്ടുള്ള വോയിസ് വന്നിട്ടുള്ളത്, അത് ഇപ്പൊ എന്റേതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോ അടൂർ പ്രകാശിനെ പോലുള്ള ആൾക്ക് എവിടെയാണ് ഈ വിവരം കിട്ടുക നമുക്ക് അറിയില്ല. അപ്പൊ ഇത് എങ്ങനെയാണ് ഈ പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ബോധ്യം പോലും ഇവർക്കില്ല. ആദ്യഘട്ടത്തിൽ ആവേശത്തിന് പറഞ്ഞു. പിന്നെ നമുക്കറിയാമല്ലോ, VD സതീശൻ പറഞ്ഞില്ല എന്റെ മകളെ പോലെയാണ് ഈ പരാതിക്കാരി എന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ഏത് തസ്തികയിലുള്ള ഏത് പൊസിഷനിലുള്ള ആളാണെങ്കിലും കർക്കശമായ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് സതീശൻ കാര്യത്തെ കുറിച്ച് ഒന്നും പെട്ടുന്നില്ല. അതായത് ഈ ആദ്യം പറഞ്ഞ ആവേശത്തോടു കൂടി പറഞ്ഞ ഞങ്ങളെല്ലാ നടപടി എടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതാണല്ലോ. ഇപ്പോ എന്തിനാണ് ഈ പറയുന്ന രൂപത്തിൽ, അടൂർ പ്രകാശ് പറയുന്ന രൂപത്തിൽ, മറ്റ് MMS പറയുന്ന രൂപത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റുള്ള ആരൊക്കെയോ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളാണെന്ന് പറയുമ്പോൾ, അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും ഒരാളെ സസ്പെൻഡ് ചെയ്യണമെങ്കിൽ, അതായത് പാർട്ടിക്കകത്ത് തൽക്കാലം ഇരുത്താൻ കൊള്ളില്ല എന്നാണല്ലോ അർത്ഥം. അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ ഒരു മറ്റുള്ള ആളുകൾ എന്തെങ്കിലും കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു സംഭവത്തിൽ അങ്ങനെ എടുക്കില്ലല്ലോ. അപ്പൊ അവർക്ക് തന്നെ അറിയാൻ കുറെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്. പക്ഷേ അത് ഇനി അതുമായിട്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവുന്നുള്ള ഒരു പ്രശ്നം. രണ്ടാമത്തേത് ആസന്നമായിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് തൊട്ടു പിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇവിടെയൊക്കെ ഉണ്ടാവുന്ന ഒരു തിരിച്ചടികളെ കുറിച്ച് വലിയ ഈ കഴിഞ്ഞ കുറെ ഉപതെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയിട്ടുള്ള വിജയം അത് മൊത്തമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായ തരംഗമാണെന്ന് വിചാരിച്ചിരിക്കുന്നതിനിടയിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അപ്പോ
അതിന്റെ ഒരു വലിയ തിരിച്ചടി അവർക്ക് ഭീതി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കാര്യമാണിത്. മാത്രമല്ല കോൺഗ്രസിൽ എക്കാലത്തുള്ള പോലെ ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യമില്ല. കാരണം ഇതിനെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അതിനേക്കാൾ ശക്തമായിട്ട് രാഹുലിനെതിരെ കർക്കശമായ നടപടി വേണം എന്ന നിലപാടുള്ള ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ ആ പ്രശ്നങ്ങളാണ് ഇതിൽ മൊത്തം കിടക്കുന്നത്. ഏത് രീതിയിൽ നേതൃത്വം നിലപാടെടുത്താലും ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് ഭാവിയിൽ പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. തീർച്ചയായും മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകനും മാധ്യമപ്രവർത്തകനുമായ എസ് സജീവന്റെ നിരീക്ഷണങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്.